നമസ്കാരം. സ്പീക്കർ സ്ഥാനത്തേക്ക് TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യ നിലപാട് നടക്കില്ല. അത്തരമൊരു സാഹസം TDP കാട്ടിയാൽ അവരെ NDAയിൽ നിന്ന് BJP പുറത്താക്കും. നിലവിൽ JDU സ്പീക്കർ സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ലോക്സഭയിൽ 4 അംഗങ്ങളുള്ള TDPയുടെ പ്രധാന ശത്രുവായ YSR കോൺഗ്രസും BJP സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. ലോക്സഭയിൽ 4 രാജ്യസഭയിൽ 11 MP-മാരുള്ള YSR കോൺഗ്രസുമായി ഇപ്പോഴും ഒരു ഹോട്ട് ലൈൻ BJP നിലനിർത്തിയിരിക്കുന്നത് TDPയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ്. സ്പീക്കർ സ്ഥാനത്ത് BJP പ്രതിനിധി വന്നാൽ TDPയെയും JDUവിനെയും പിളർത്തുമെന്നാണ് ഇന്ത്യ സഖ്യം നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇതിനേക്കാൾ പ്രതിപക്ഷ സഖ്യം ഭയക്കുന്നത് സ്പീക്കർ സ്ഥാനത്ത് BJP നേതാവ് വന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ BJP ലക്ഷ്യമിടുമെന്നതാണ്. EDയും CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ BJP മന്ത്രിമാരുടെ കീഴിലായതിനാൽ ഇതിനുള്ള സാധ്യത ഏറെയാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളിലെ MP-മാരെ വലവീശി പിടിക്കാൻ BJP എല്ലാ ശ്രമവും നടത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. ആദ്യഘട്ടത്തിൽ TDP JDU പാർട്ടികളെ BJP ലക്ഷ്യമിടില്ലെങ്കിലും ഈ പാർട്ടികൾ മുന്നണി വിടാൻ തീരുമാനിച്ചാൽ പിളർത്താനുള്ള സാധ്യത ഏറെയാണ്. യഥാർത്ഥത്തിൽ TDPയും JDUവും മുന്നണി വിട്ടാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഭീഷണിയില്ല. ഇതിനുള്ള മുൻകരുതൽ ഇതിനകം തന്നെ ടീം മോദി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതേസമയം മോദി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസികൾ കുരുക്കുമോ എന്ന ആശങ്ക ഒരു വിഭാഗം TDP JDU MP-മാർക്കുമുണ്ട്. മുൻപ് ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കാൻ നീക്കം ഊർജിതമാക്കിയപ്പോൾ ആ സഖ്യത്തിൽ ചേരരുത് എന്ന ശക്തമായ നിലപാടും ഈ പാർട്ടികളിലെ ഒരു വിഭാഗം MP-മാർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളും താല്പര്യങ്ങളും നയിക്കുന്ന പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ ഭരണം 6 മാസത്തിനപ്പുറം പോകില്ലെന്ന നിലപാടിലാണ് ഈ വിഭാഗമുള്ളത്. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും ഒറ്റക്കെട്ടായി ഉയർത്തിക്കാട്ടാനില്ലാത്ത ഇന്ത്യ മുന്നണിയിൽ ചേരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന മുന്നറിയിപ്പും JDU TDP MP-മാർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ വികാരം കൂടി പരിഗണിച്ചാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയോട് നോ പറഞ്ഞിരുന്നത്. ജൂൺ 26-നാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പും അതോടൊപ്പം നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം. എന്നാൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചതിനാൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടതില്ലെന്ന നിലപാടാണ് മുതിർന്ന BJP നേതാക്കൾക്കുള്ളത്. നന്ദി.